ഈസ് ദ കപ്പൽ ഗായ്സ്. ഹ്യൂജ് ആണ്. വിട്ടുന്ന് കണ്ടപ്പോൾ വളരെ ചെറുതാന്ന് വിചാരിച്ചു. ഇന്ന് വൈഡ് ആംഗിൾ ഇട്ടോണ്ടാണ് എനിക്ക് തോന്നുന്നത്. പോവാ, നമുക്ക് അവരെത്തിയാലുണ്ട്. നമ്മൾ പോകട്ടാ. ബൈ ബൈ. എല്ലാരും നമ്മളെ യാത്രയാക്കാൻ വന്നാട്ടാ. ലക്ഷദ്വീപിലെ കാർഗോ അൺലോഡിങ് ഇതാട്ടാ. കൊച്ചിയിൽ നിന്നുള്ള പച്ചക്കറി. അങ്ങനെ അവരെത്തിയിലെത്തി. ഇത് നമ്മളെ നേഴ്സല്ലേ ഫസൽ ഭായ്. ഇന്നത്തെ ഞങ്ങളെ കപ്പലിലെ ഞങ്ങളെ ഒരേ ഒരു മൊയിലാളി, ഞങ്ങളെ രാജാവ്, ഞങ്ങളെ കൊണ്ടടക്കാനുള്ള ആള് പോവാണ്. 1:30 മണിയായിട്ടാ. ഇന്ന് പുതിയാപ്പിള തട്ടാ. ഇന്ന് കണ്ടില്ല വരണ്ട. പുതിയാപ്പിള ബാക്കി ഉണ്ടോന്ന് എല്ലാരും ചോദിച്ചിന്ന്. ഇത് പുതിയാപ്പിളുടെ ആകെ പാർട്ടി. ലാസ്റ്റ് സപ്പർ. വാ മുഷദ് ഭായ്. മമ്മത് പിന്നെ എന്തിനും തയ്യാറാണ്. അരമണിക്കൂർ മുന്നേ മെസ്സേജ് ആയാലും തുടങ്ങിക്കണ്. തിന്നാൻ പോണ്ടേ മട്ടൻ കുറുമുണ്ട്. ഇന്നെ കണ്ടപ്പോ ചോദിച്ചാണ് തിന്നാൻ പോവാ. ഇതും പാലിൽ മുക്കണതാ. പത്തിരിയാടാ. ഇത് കിലാഞ്ചി. നമ്മളെ കിലാഞ്ചി പാൽ ഏത് ഇത് പത്തിരി നൈസായിട്ട് അരച്ചിട്ട് ചുട്ടെടുക്കുന്നത്. എന്നിട്ട് തേങ്ങാപ്പാലില് ഇത്ര സോഫ്റ്റ് ആവണം. തേങ്ങാപ്പാലില് മുക്കിയെടുക്കും. ചിക്കൻ കറി. ഇത് പച്ചരി. കിലാഞ്ചി. മീന് ചൂര കാണിക്കാനാണ്. ചൂരയും പിന്നീട് അവിടുന്ന് വരുമ്പോഴേ മട്ടൻ കുറവ് മാറി കണ്ടില്ലേ. അപ്പം തേങ്ങാപ്പാൽ ബീഫാട്ടോ. ചിക്കൻ കറി വേറുണ്ട്. ഇത് ബീഫാ. ഇതുവരെ നമ്മൾ കഴിച്ചത് സ്റ്റാർട്ടർ ചെയ്യുന്നു. ഇപ്പൊ 2 ഐറ്റം ചോറ്, റേഷൻ ചോറും നമ്മളെ പച്ചരിച്ചോറും. ഇതത് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലേറ്റ് അറിയില്ല അതാണ്. നമുക്കോയ ആത്മാവുകളല്ല, എല്ലാവിധ ആശംസകളും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീക്കും അല്ലേ, ബർക്കത്തേട്ടെ. ആമീൻ. ഓക്കെ, അത് നിക്കാന് ലാസ്റ്റ് ഡേ ലക്ഷദ്വീപില്. പക്ഷെ പണി പാളി ഗൈസ്. 8:30 മണിക്ക് വരേണ്ട കപ്പൽ ഇതുവരേക്കും എത്തിയിട്ടില്ല. ഇന്ന് രാത്രി എത്തുള്ളൂ എന്നാണ് പറയണത്. ഇന്ന് രാത്രി എത്തുകയാണെങ്കിൽ കാർഗോ ഇറക്കാണ്ടെങ്കിൽ 3 മണിക്കൂറോളം അങ്ങനെ സമയമെടുക്കും. അപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രി കപ്പലെടുത്തു എന്ന് വരില്ല, നാളെ എടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ കപ്പൽ വിശ്വസിച്ച് ആരും ഡേറ്റുകൾ പ്ലാൻ ചെയ്യരുത്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാവും. കപ്പലിൻ്റെ സ്ഥിതി അതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നിപ്പോൾ ഇറങ്ങേണ്ട സമയമായി. പാക്കിങ് ഒക്കെ കഴിഞ്ഞ് എന്താ ചെയ്യലേ. വീണ്ടും ഫത്തുവിൻ്റെ വീട്ടിലേക്ക്. ഫത്തു ദ ബോസ്, നമ്മുടെ ടൂറിസം ബോസ്. ലാക് ട്രാവൽസിൻ്റെ മലയാളിൻ്റെ പേരിലാണ് ലാസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ്. ലാസ്റ്റ് ഡേ നയിക്കാരെന്ന് വിചാരിക്കണം. ഇവിടെ ഉണ്ടല്ലേ 2ാം നിലയിലോട്ട് ഡൈനിങ് ഹാള്. 2ാം നില അല്ല, ഫസ്റ്റ് ഫ്ലോറിലാണ് ഡൈനിങ് ഹാൾ. ഒന്നിൻ്റെ ശേഷം തേങ്ങാപ്പാലടനെ മുക്കിയതായിട്ട് കാണുന്നില്ല. നമ്മളെ ചൂര ഇത് അടല്ലേ. പാല് മുക്കിയതായിട്ട് തോന്നുന്നില്ല. അത് പത്തിരിയാണ്. ഇതാ പത്തിരി. ചങ്ങ മുമ്പ് കത്തിറ്റിച്ചനായിട്ട് വരും. ചൂരക്കറി. ഇളനീ 10 രൂപ ഇളനീ കൊടുക്കുന്നു കേട്ടോ. 10 രൂപ. ഇന്ന് വൈകുന്നേരമാണ് ഷിപ്പ് വരിക. ഫൈനൽ കൺഫർമേഷൻ. രാവിലെ ഉള്ളത് വൈകുന്നേരമായി. ഇളനീ വേണോ? അതങ്ങനെ കുടിക്കുമ്പോൾ ഒരു വൈബുള്ളൂ. സ്ട്രോട്ട് കുടിച്ചതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പോയി. വെള്ളം കുറവാണ്. വെള്ളം കുറഞ്ഞോട്ടെ. കാമ്പുണ്ടായാൽ മതി. കാമ്പുണ്ട രസം. ചെറിയ തേങ്ങ ഇളനീന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 1 തേങ്ങയായിരുന്നു. കരിക്ക് പൊളി വൈബ്. ഇഷ്ടം പോലെ ഇട്ടുകൾ. ചാക്ക് നിറച്ചുണ്ട്. കാണിച്ചാൽ നോക്കട്ടെ. ഇതാണ് പുതിയാപ്പിള. ജീവൻ കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വൻ പൊള്ളലുകളോട് കൂടി രക്ഷപ്പെട്ടു. എല്ലാരും ഉണ്ട്. ഒന്ന് ചോദിക്കുക സ്നേഹത്തോടു കൂടി എന്തെങ്കിലും പറ്റിയോന്ന്. അതുമില്ല. കട്ടിത്തണ്ണി അത് സവാള ഇട്ടൂല. ഒക്കെ മന്ന് ശർക്കര മന്ന്
ലൂസാക്കി പേര് കട്ടി തന്നെ വെള്ളം ലൂസും രസം കേട്ടോ. രാജീവ് ഗാന്ധി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇതാണ് അകത്തീത്തെ ഹോസ്പിറ്റൽ അല്ല, കാഷ്വാലിറ്റി ആണ് ഇവിടുത്തെ ഒരു ആകെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയാനുള്ളത്. കാഷ്വാലിറ്റി. ഇന്നത്തെ ഷിപ്പ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഭാഗ്യം കൂടി കിട്ടിയിരിക്കുകയാണ്. പള്ളിക്ക് നേർച്ചയുള്ളത് അല്ല, ഇവിടുത്തെ പള്ളിക്കത്തെ നേർച്ചയാണ്. എന്നാൽ നേർച്ചയും കൂടി കൂടിയിട്ട് നമ്മളിന്ന് സമാപനം കുറിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടുത്തെ ആണ്ട് നേർച്ചല്ല, സയ്യിദ് ബാവ ഫക്രുദ്ദീൻ അല്ലേ, സയ്യിദ് ബാവ ഫക്രുദ്ദീൻ തങ്ങളെന്നെയാണ് തങ്ങളാട്ടാ. കാസിം ഉള്ള കാസിമിലുള്ള ഞങ്ങളുടെ പേരക്കുട്ടി കാസിം വലിയുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടി പഠിച്ച തങ്ങളെ നല്ല പറയാ. മാരക പരിപാടി കേട്ടോ, പ്രിപ്പറേഷൻ. وإلى حضرة شيخه عثمان إلى حضرة ابنه بابا السنواري قدس الله سره الذي إلى حضرة قطب الزمان محمد با حسن جمال الليل قدس الله سره الذي وإلى حضرة في أمورنا وفرج كروبنا واشفي أمراضنا وقضي حوائجنا وأكرم بابا فخر الدين رضي الله عنه إلى حضرة إليك تكنا يا الله. അവരുടെ എല്ലാവരുടെയും മതത്തും ഹിഫ്ളും ഹിമായയെയും കുടുംബത്തെയും വീടിനെയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം നീ കാത്ത് രക്ഷിക്കണം റഹ്മാനേ. ബീഫിട്ടായിട്ടുണ്ടോ? ഇട്ടുബന്ധു പറഞ്ഞതല്ല, ഫുള്ള് തീർത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് തീർത്തിട്ടാ. അറുന്നൂറും 650 ചോറും 600. അതെ, 650 റൈസ് 650. പിന്നെ എത്ര ആളെ പരിപാടിയാ ഇത്? ഒരു 2000 ആളും ഉണ്ടാവും. പൊളിച്ചില്ലേ? അൽഹംദുലില്ലാ. പുയ്യാപ്പിളി ഉണ്ട്, ഇറച്ചോറ് ചെയ്തു, എന്നാലും കുഴപ്പമില്ല, സാധനം പൊളി. ഇട്ട് വന്നത് നമ്മുടെ ഷിപ്പ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. കാത്തു നിന്ന് 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞു. അപ്പൊ എല്ലാരും കൂടിയായിട്ട് ചായ അടിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാരും ഇപ്പൊ ഇന്ന് യാത്ര പോവോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നമ്മളെ യാത്ര. 4 സ്റ്റാർ കഫേ ഇവിടെ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല ചാടിക്കാൻ. പുറത്തത് ഇത് രണ്ടും ശരി. വടയുണ്ട്, കൊഴുക്കട്ട വേണ്ട പാപ്പ കുട്ടികളെ തീറ്റിച്ചുള്ള പരിപാടിയോ, ബട്ട് നത്തിങ് എൽസ്. അങ്ങനെ 6:30 മണി ഗൈസ് കപ്പൽ വന്നിട്ടുണ്ട്. കപ്പൽ കാണാൻ പോകണം. ആദ്യം കപ്പലൊന്ന് പോയി കണ്ടാട്ടെ വെളിച്ചത്തിൽ. ഇരുട്ടത്ത് ഒന്നും മനസ്സിലാവില്ല. കപ്പൽ കാണുവാൻ ഞങ്ങൾ പോവുകയാണ്. വലിയ കപ്പലാണ്, ആദ്യമായിട്ടാണ് കപ്പൽ കയറാൻ പോണത്. അപ്പോൾ ഒന്ന് കാണണം വെളിച്ചത്തിൽ. അതാ സാധനം അവിടെ കിടക്കണം. പോകാമല്ല, കപ്പൽ അവിടെ റെഡി ആയിട്ടുണ്ട്. ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ദിസ് ഈസ് ദ ഈസ്റ്റേൺ ബോട്ട് ജെട്ടി ഓഫ് കവരത്തി അല്ല അഗത്തി. ദിസ് ഈസ് ദ ഈസ്റ്റേൺ ബോട്ട് ജെട്ടി ഓഫ് അഗത്തി. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി കയറുന്ന അല്ലെങ്കിൽ കയറാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് കപ്പൽ കാണാൻ ഒരൊറ്റ നോക്ക് കാണാൻ നമ്മൾ ഈ മങ്ങിയ വെളിച്ചത്തിൽ വരികയാണ് ഗൈസ്. മങ്ങിയ വെളിച്ചത്തിൽ തിരമാലകൾ ഹ്യൂജാണ്. ഞാൻ വിട്ടുന്ന് കണ്ടപ്പോൾ വളരെ ചെറുതാന്ന് വിചാരിച്ചു. ഇന്ന് വൈഡ് ആംഗിൾ ഇട്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ബഹുത് ഹെവി സാധനം. ഹെംബി ലഗൂൺസ് ആണ് അതിൻ്റെ പേര്. കണ്ടില്ല ഞങ്ങള്. 6:30 മണിയായി.
ആ ഇതിപ്പോ വലിപ്പണ്ട് ട്ടാ. അച്ചാനബാവ് സൈസ് ഇട്ടാ. നോക്കി നിങ്ങൾ ഇതിന്റെ അടുത്തേക്ക് വന്നപ്പോ അതിനാണ് കപ്പല്. ഓ ഹ്യൂജ് മാൻ, ഹ്യൂജ്. ഇതാണ് ഫ്രണ്ട് കേട്ടോ. MV ലഗൂൺസ്. നേരം 10 മണി, അത്ര 9:30 കപ്പൽ ഇതുവരേക്കും എത്തിക്കണോ തീരുമാനമായിട്ടില്ല. മുഹമ്മദ് കയറുന്നുണ്ടാ? മുഹമ്മദ് കയറുന്നുണ്ട്. ലാസ്റ്റ് ഡിന്നർ നമ്മളെ മൂപ്പന്റെ വീട്ടിൽ നിന്നാണ്. സിസ് ബൈ ലാസ്റ്റ് ഡിന്നർ. ദിസ് ഇസ് ദ ലാസ്റ്റ് സപ്പർ. സെക്കൻഡ് ലാസ്റ്റ്. ആഹാ നല്ല സ്മെല്ല്. ചിക്കൻ ബിരിയാണി ലാസ്റ്റ് പൊളിപ്പിച്ചിട്ടാ. തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ലക്ഷദ്വീപില്. തലശ്ശേരി ഒന്നുമില്ലെങ്കിലും പുഡിങ് ഇതാണ് നമ്മളെ സാധനം. ചുർക്ക ചിക്കൻ ബിരിയാണി നല്ല മണടിക്കണ്ടല്ലോ. നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലിലുള്ള കലാശക്കൊട്ടാണ് മൂപ്പൻ ആൻഡ് ദഫത്തു. ലാക് ട്രാവൽസിന്റെ 2 ഏജന്റ് അല്ല, മുതൽക്കൂട്ടുകൾ, മുതലാളിമാരും ആഹാ ബദാമാണ് മേലെ. മധുരം കമ്മിയാണ്. അൽഹംദുലില്ലാ. 10 മണി. ഒരു രക്ഷയില്ലാത്ത ബിരിയാണി കേട്ടാ. തോന്നുന്നു ലക്ഷദ്വീപിൽ വന്നിട്ട് ഇത്രയും സൂപ്പർ ബിരിയാണി ആദ്യമായിട്ടാ. അത് അസീസ് ബായിൻ്റെ പെണ്ണൊക്കെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. മാരക ചിക്കൻ ബിരിയാണി. ബൈ ബൈ. നീണ്ട 6-7 ദിവസത്തെ യാത്രകൾക്ക് ശേഷം വിട പറയുകയാണ്. നിങ്ങൾ വീടിനോട് വിട പറയുകയാണ് കേട്ടോ. ഇടയ്ക്ക് യാത്രയൊക്കെ വന്ന മമ്മുണ്ട്. ആകെ ഒരു ധൈര്യതാണ്. മമ്മുണ്ട്. ശരിക്കും വീട് മിസ്സിങ് അല്ലേ? വീടും കുടുംബക്കാരും. ആ നിൽക്കണം. ജെട്ടിക്ക് വരെ ഫുൾ ബൈക്ക് മേലാട്ടാണ്. 4 അംഗ സംഘം. ലഗേജ് അടക്കം ബൈക്ക് മേലെ. പൊളി ബൈക്ക്. അതാ നമ്മുടെ കപ്പൽ റെഡിയായി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. വിട വാങ്ങുകയാണ് ലക്ഷദ്വീപിനോട്. പോവാ നമുക്ക് അവരെത്തി വരണ്ട്. നമ്മൾ പോകട്ടാ. ബൈ ബൈ. ശുക്രൻ. നിങ്ങളാണ്ടില്ല ഉള്ളിക്കില്ല ഇല്ല. നമുക്ക് കയറാൻ സാധനങ്ങൾ പരിചയമില്ലാത്തോണ്ട് താന്നോന്നേ. കേറുകയാണ്. അമർത്തി ചവിട്ട് വായി. വലതുകാലെടുത്ത് വെച്ച് കയറും ഉണ്ണിയെ. സിമ്പിൾ. നമുക്ക് ബങ്കിലേക്കുള്ള യാത്ര. മെയിൻ ഡെക്ക്, വേർ ടു പ്രയർ ഹാൾ, റിക്രിയേഷൻ റൂം. നമ്മളൊരു മൊത്തം നോക്കാം. പുളിയാണല്ലോ. അല്ല ഇത് റൂമല്ലേ? ഇത് ബങ്കാണോ? ഇത് നിങ്ങളുടെ റൂമാണ്. ഞാൻ ഇത്ര സെറ്റപ്പ്. ഇത് നമ്മളെ നഴ്സിന്റെ റൂമാട്ടാ. ഫസൽ ബായിന്റെ ഈ ഷിപ്പിലെ എന്ത് പനി ജലദോഷം ചുമണ്ടെങ്കിലും സമൂസ അടിക്കാട് കപ്പാസിറ്റി ഇല്ലല്ലോ. സമൂസ എല്ലാരും നമ്മളെ യാത്രയാക്കാൻ വന്നാട്ടാ. ഇത് യാത്ര ഒപ്പം വരികയാണ്. കവരത്തി വരെ നോക്കാക്കണ്ട. സ്കോട്ട് ഫസൽ ബായിന്റെ ഫുൾ ടീമുണ്ട്. സമൂസ ഉണ്ടാ ഫുള്ളാണ് വയറ്. 2 ദിവസം ഉണ്ടല്ലോ. മെല്ലെ ഫുൾ സാധനം ഉണ്ടാവും. എന്നാണ് നമ്മളെ മൊയിലാളിട്ടാ. ഈ ഷിപ്പ് ഇറങ്ങോളം ഞങ്ങളെ കാവൽക്കാരെന്ന് അറിയില്ല. അകത്തിലെ ഡിക്യു. എല്ലാരോടും ടാറ്റ. ഇത് വേണ്ട, ഇത് എന്താണ് ടാറ്റ ബൈ ബൈ. മൂപ്പൻ മറ്റുള്ള മുരളോടുണ്ട്. താങ്ക് യു. താങ്ക്സ് എല്ലോ. ആകെ ഒരു ധൈര്യം മമ്മു കൂടെ ഉണ്ടെന്നുള്ള കവരത്തിയല്ലേ. സുബി കുളിച്ചൂല ഒരു വിളി വിളിച്ചിട്ട് ചില മനസ്സിലെ
അപ്പോൾ ഓക്കെ ബൈ ബൈ കാണാം. ഇല്ലില്ല ഒരു പ്രശ്നമില്ല. ഒക്കെ അല്ലാണ്ടില്ല ക്ലിയറാണ്. ഒന്നുമില്ല. ഓക്കെ അല്ല പോണ മുന്നേ മേലൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. മേൽഭാഗം ദിസ് ഈസ് ദ ഷിപ്പിന്റെ മേൽഭാഗം. ലക്ഷദ്വീപിലെ കാർഗോ അൺലോഡിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 12 മണിയായി. 8:30 മണിക്ക് നമ്മൾ വന്ന് 10 മണിയോ 8:30 ബോർഡിങ് ടൈം പറഞ്ഞായിരുന്നു. ഫുൾ അൺലോഡിങ് കഴിഞ്ഞതാ പോണം. അയ്യോ പൊക്കി പാലം പൊക്കി കയറ് ലൂസാക്കി തിരിച്ചു. അപ്പോൾ നമ്മളിതാ വണ്ടി പുറപ്പെടുകയാണ്. സമയം 12 മണി. ഈ കപ്പലിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹവും സൗകര്യമായിട്ട് തോന്നിയത് ഈ ഒരു പള്ളി തന്നെയാണ്. വിശാലമായ പള്ളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ മാറും. അതിനായിട്ട് അവിടെ ഒരു കോമ്പസ് ഉണ്ട്. അതിൽ കിബിലിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് ആളുകൾ തന്നെ നോക്കിയിട്ട് അതിനനുസരിച്ച് അതാത് ദിശയിലേക്ക് മാറ്റി വെക്കും. രാവിലെ നീച്ച് ചാടിക്കാൻ പോട്ടാ. ക്യാൻറ്റീനാ എന്തോ ആണോ പാലയിക്കോട്ടെ. മുഹമ്മദ് ചായ കൊണ്ടുവന്ന പെൽ ചായ്. ഓ മൈ ഗോഡ്, മൈ ഫേവറേറ്റ്. ഇത് കേസരിയാണത്. കേസരി നമ്മളിപ്പോ പോട്ടാ. കവരത്തി ലാൻഡ് ചെയ്തിക്കണം. നമ്മളിവിടുന്നാണ്ട് ഒറ്റ കേക്കാരം. സുലൈമാൻ കാ ഞങ്ങളെ മാരിമുത്ത് സുലൈമാൻ കാ ഞങ്ങളെ സതിച്ചു. ഇന്നലെ രാത്രി വരാന്ന് പറഞ്ഞിട്ടേ ഞങ്ങള് കാത്തു നിൽക്കുന്നു. വല്ല മനുഷ്യൻ എന്നിട്ട് ഞങ്ങളെ പറ്റിച്ചു. അങ്ങനെ കവരത്തി 6:30 മണി. മുഹമ്മദ് പോവുകയാണ് ഗൈസ്. മുഹമ്മദിനെ നമ്മൾ യാത്രയാക്കുകയാണ്. 6:30 മണി ഒരു പോയിട്ട് വരും. നമ്മൾ പുതിയ ആള് ഗുജറാത്തിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വരും. അടുത്ത പോലീസ്. ഇവിടെ ഫുൾ പോലീസും പട്ടാളാണ് നമ്മുടെ ആൾക്കാർ. അപ്പോൾ കവരത്തിൽ ഇറങ്ങി ഏരക്ക് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ലൈറ്റ് ഹൗസ് കാണണമെങ്കിലേ അതാ അപ്പാടെ ലൈറ്റ് ഹൗസ്. മുഹമ്മദും നമ്മളിവിടുത്തെ പോലീസിൻ്റെ ആളും തിരിച്ചു വന്നിട്ടുണ്ട് 8 മണിക്ക്. വെറുതെ ഇറങ്ങാണ്. പെർമിറ്റ് കാണിക്കണം ഇറങ്ങണമെങ്കിൽ. ഇതാ കൊച്ചിയിൽ നിന്നുള്ള പച്ചക്കറി. കംപ്ലീറ്റ് പച്ചക്കറി ഇറക്കണതാ. കവരത്തിയിലെത്തി. പുറത്തു പോവാം. ലൈറ്റ് ഹൗസ് പോകണം. ഇതാ കാണുന്നു ലൈറ്റ് ഹൗസ്. മുഹമ്മദ് വന്നിട്ടുണ്ട്. മുഹമ്മദും നമ്മളെ മറ്റേ പോലീസിന്റെ പേര് ആരിഫ് ഖാ. ഗുജറാത്തിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് സ്പെഷ്യൽ പോലീസ്. കവരത്തി മൂപ്പര കയ്യിലാണ്. അകത്തി മുജീബായിന്റെ കയ്യില്. ബംഗാരം SRKന്റെ കയ്യില്. കവരത്തിയിലൂടെ നമ്മൾ നേരാപ്പായി നടക്കുകയാണ്. 10 മണി 10:30 വരെ സമയം കേട്ടോ. അടുത്ത ബോർഡിംഗ് ആയി. ഇവിടുന്ന് ആൾക്കാരെ കയറ്റി ലഗേജ് ഇറക്കി. അപ്പോൾ അതുവരെ നമ്മൾ കവരത്തിയിൽ സ്പെൻഡ് ചെയ്യുവേ. കവരത്തിൻ്റെ ഈ ഭാഗത്തേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. ഈസ്റ്റേൺ സൈഡാണ്. ഈ കട കഴിഞ്ഞ കവരത്തി വരവിൽ നമുക്ക് മിസ്സായതാട്ടാ. അന്ന് ഓപ്പൺ ആയില്ലായിരുന്നു. റിപ്പബ്ലിക് ഡേ ഇവിടുത്തെ ഫേമസ് ആണ്. ഇത് രാജാവിൻ്റെ കട. രാജാവ് ഇവിടുത്തെ ഭട്ടൂര ഭയങ്കര ഫേമസ് ആണ്. ആരിഫ് ബോസ് ഉണ്ട്. സ്പെഷ്യൽ പോലീസ്. ഹെലിപ്പാഡ് റോഡിലാ. ഹെലിപ്പാഡ് റോഡ്. രാജാക്കട. രാജാവിൻ്റെ ഹോട്ടൽ എന്ന് പറയാൻ കാരണം ഇവിടുത്തെ രാജാണ്. രാജാവ് KFC പോലും വെല്ലുന്ന സെൽഫ് സർവീസ് ആട്ടാ. ആവശ്യമുള്ള എടുക്കുക. പൂരി നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരെ മുതലാക്കിയത്. സത്യസന്ധരായ ആളുകളുള്ളതുകൊണ്ടല്ലേ. മറ്റേ എണ്ണം കിട്ടൂല നാട്ടില്. പൂരി ചൂര ഫ്രൈ. മുട്ടക്കറി കടലക്കറി. മുട്ടക്കറി അത് കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ. മുട്ടക്കറി വെള്ളപ്പൂടാ നോക്കട്ടെ.
അതാ വെള്ളപ്പം. വെള്ളപ്പം മീൻ കറിയില്ല, വെള്ളപ്പം മുട്ടറോസും പറ്റില്ല. എന്താ അങ്ങനത്തെ ഇട്ടല്ലേ നീ മറ്റേ പൊള്ളച്ച പൊരി. ഒരു സൂപ്പറാട്ടോ. കറി കുറച്ചുകൂടെ ഒന്ന് ലെവലാ വേണ്ട. മീൻ സൂപ്പറാടാ. ഫാമിലി ഫുഡാണ് അല്ലേ, അതാണ് ഇത്ര ഡിമാൻഡ്. പൊരിച്ചത്തിരിയൊക്കെ സൂപ്പറാട്ടോ. പൊരിച്ചത്തിരി പുട്ട് ഇതിലുണ്ട്, തുറന്നു നോക്കുക. ഇവിടെ അതാ അതാ പുട്ട് അല്ല അതില് കറി 30, കടികൾ 10, മീൻ 30. ഇത്രയല്ലേ ഉള്ളൂ. ഫിഷ് തെരച്ചാറ് ആ ഫ്രീ ക്വാളിറ്റിയാണ്. ടച്ചിങ് പെയിന്റ് അടി. ഗ്രീൻ പീസ് 30, മട്ടക്കറി 30, ബാജി 30, ബാജി ഫിഷ് 30, ഫ്രൈ ഫിഷ് ഫ്രൈ 30, വെള്ളപ്പം 10, പുട്ട് 10, പിന്നെ പൂരി 10, പിന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം 10. ഹാർബർ DC ഓഫീസ് നിയർ. അല്ല അതുകൊണ്ടല്ല വേണ്ടായിട്ടാണ് ഇത്. ഇതിന് ഇത് ഉത്തരാഖണ്ഡ് തമിഴ്നാട് ഐറ്റംസ് ആണ് ഇത്. ട്രെയിനിന്റെ ബോഗിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടാ. എല്ലാം കഴിഞ്ഞ് ഏത് മനുഷ്യന്മാർ രാവിലെ 2 സ്ട്രോങ് ചായ ഒക്കെ അടിച്ച് ഇതിനൊക്കെ റേഞ്ച് വേണം. കേസരി നെയ്യപ്പം തന്നെയല്ലേ നെയ്യപ്പം. പിന്നെ കോക്കനട്ട് ബന്ന്, അതാണ് ഉപ്പുമാവ് അല്ലേ? ഉപ്പുമാവ് പുട്ടിക്ക് പഴമുണ്ട് അല്ലേ? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടില്ല, ഫിറ്റ്നസ്. ആരെ കണ്ടാലും പ്രായം തോന്നിക്കൂല. ഈ ട്യൂണ വന്നിട്ടാണ് തോന്നുന്നുണ്ടല്ലേ, ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ചങ്ങായി ഇതൊക്കെ എന്ത് മൂത്ത് നരച്ചിക്കണ്, ഡൈ ചെയ്ത് നടക്കുകയാണ്. ഇത് കവരത്തി മമ്മദിന്റെ വീട്, മമ്മദ് ക ഫാമിലി, മമ്മദ് വീട്. ആരത് സൺബാത്തില്, പെങ്ങളൂട്ടി സൺബാത്ത്, വൈറ്റമിൻ D ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. കുയ് ഉയ് ഉയ്. പെങ്ങളൂട്ടി രാവിലെ വെയിലുള്ളതാണ് ഗൈസ്. ലൈറ്റ് ഹൗസ് മുഞ്ചി ഗൈസ്. വൈകുന്നേരം 5 to 6 എൻട്രി പെർമിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും കപ്പലിലേക്ക് അടുക്കുകയാണ്. കപ്പൽ അതാ പോകുന്നു. അല്ല അത് വേറെ നമ്മളെ തനിച്ചാക്കി പോവുകയാണ്. മമ്മും പോയി, ആരിഫ് ഖാൻ എന്ന ഡ്യൂട്ടി ജോയിൻ ചെയ്യുന്നതാണ്, വേഗം ഓടിപ്പോയി. ഞങ്ങൾ രണ്ടാളും ഒരു വലിയ മമ്മൂല്ലാന്നുണ്ടെങ്കിൽ മീനൊന്നും കിട്ടില്ല. ഷൂട്ടിങ്ങില് അവതാ പോയി. ടാറ്റ. അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. പകലായപ്പോ കണ്ടില്ല, കടലിന്റെ ഗതി മാറൽ തുടങ്ങി. സാധനമൊക്കെ കിടന്ന് ഇളകി കളിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഇളക്കം ആണ് നമ്മളെ സാധനം. ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ കാണിച്ച റൂമാണത്. ഇതാണ് നേഴ്സ് റൂം. കണ്ടാ, നല്ല വിൻഡോ, ഒരു ബെഡ്. ആരെങ്കിലും വന്നാൽ, രോഗികൾ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം, വാർഡ്രോബ്, കാര്യങ്ങൾ. പുറത്തോട്ടുള്ള വ്യൂ ആണ്. ഷിപ്പിൻ്റെ ഏറ്റവും മേൽഭാഗം ആരൊക്കെ വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെയാണ് ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് വിഞ്ച് ചെയ്യണ സ്ഥലം. കയറിട്ടെടുത്ത് റോപ്പിട്ടെടുത്ത് കയറ്റുന്ന പരിപാടി. വിഞ്ചിങ് കൊള്ളി എത്തിക്കണം. ഇവിടെ ഫുള്ള് വ്യൂവിൻ്റെ പൂരാണ്. വ്യൂ കയറുന്ന സ്ഥലം. പന്ത്രണ്ട് മണി കപ്പലെടുക്കാനായി. മുതലാളി പോവാണ്. വീണ്ടും വിട പറയുകയാണ്. വിട പറയും വരും, വിട പറയും വരും. ഭക്ഷണം കൊടുക്കുന്ന കേട്ടാ, നമുക്ക് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അവിടുത്തെ ചിക്കനങ്ങൾ ഒക്കെ മാണിക്കക്കല്ല് കരളാളാണ്.
പോവാണ് ദ്വീപിലോട്ട് പോവുകയാണ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുലൈമാനെ കാണാൻ കൂടില്ല. പോവാണ്. 1:30 മണിയായിട്ടാ. എപ്പോൾ പോകേണ്ട കപ്പലാന്നറിയോ? ഉച്ചക്ക് 1:30 മണി. ഇതാണ് പാലം ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി എപ്പോഴാണ് കൊച്ചിയിലെത്താൻ? ഇതാണ് ഈ കപ്പലിൻ്റെ വലിയ വിഷയം. ഒന്നും വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളെ ഡോക്ടറാട്ടാ, കപ്പലിലെ ഡോക്ടർ ഇവിടുന്ന് ഇപ്പോൾ പരിചയപ്പെട്ടതാണ്. ഡോക്ടർ ഓൺ ബോർഡ്. നിങ്ങൾ പേര് അറിയില്ല? മൊയിനുദ്ദീൻ. ഡോക്ടർ വലിയ ഡോക്ടറാണ്. ആ ഗ്യാപ്പിലൊക്കെ പോയിക്കാണ്ട് സ്ക്യൂബൊക്കെ ചെയ്തു വരികയാണ്. നമ്മളെ നേഴ്സല്ലേ ഫസൽ ഭായ്. ഇന്നത്തെ ഞങ്ങളെ കപ്പലിലെ ഞങ്ങളെ ഒരേ ഒരു മൊയിലാളി, ഞങ്ങളെ രാജാവ്, ഞങ്ങളെ കൊണ്ടടക്കാനുള്ള ആള്. നമുക്ക് ഇളനീം പെട്ട ഒരു കത്തി വേണ്ടിയില്ല. ഇളനീര് ഞങ്ങളുടെ റൂമിൽ ഫുൾ സെറ്റാട്ടാ. ഉണ്ടെങ്കിയാണ്ട് പോരി എടുത്തുട്ടാ. അങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം രണ്ട് മണി ഗൈസ് ഫുഡ് കഴിക്കാൻ പോണ്. മമ്മദ് കൊണ്ടുവന്ന പാർസൽ ഇതാണ്. അപ്പോൾ കഴിക്കാനൊരു സ്ഥലം ഉണ്ട് കാരണം നമ്മൾ ഫസൽ ബൈ മേലെ ക്രൂകളൊക്കെ ഇരിക്കണ അവർക്ക് മാത്രം പെർമിഷൻ ഉള്ള സ്ഥലം പോവുകയാണ്. സ്ഥലം ഫ്രിഡ്ജാ? അത് ഫ്രിഡ്ജല്ലേ, ഫ്രീസർ ആണ് സ്ഥലം. അത് ക്യാൻറ്റീൻ ഇത് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. മുഹമ്മദ് കൊണ്ടുവന്ന സാധനം. മുഹമ്മദ് നമ്മളെ സ്നേഹിച്ച് കൊല്ലണം. ബിരിയാണി ക്യാൻറ്റീനാ? അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഇതാ? നിങ്ങൾ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് ചായ ഉണ്ടാക്കുന്ന പറഞ്ഞത് അതിൽ നിന്നല്ലേ? അപ്പുറത്ത് കുറവ് തന്നെയാ, ഇപ്പുറത്ത് നമ്മൾ വെറ്റി മത്സ്യം, അപ്പുറത്ത് സാധാ കുറവാണ്. എന്താണ് സംഭവം? അതിൽ നിങ്ങൾ ചായ എടുത്തിട്ട് മറ്റേ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞത്. മുഹമ്മദിന്റെ സാധനം അൺബോക്സ് ചെയ്യും. ബിരിയാണി തന്നെ ബിരിയാണി, ചൂണ ബിരിയാണി. ഹാപ്പി? നമ്മൾ 3 ആളുണ്ട്. ഞങ്ങള് ഫാനോ? ഫാൻ്റെ ആവശ്യമില്ല, തണുപ്പല്ല. നമ്മൾ സുർക്കട്ട ഉള്ളി പൊളിക്കും മാൻ. തക്കാളി ഇടുന്നു. സുർക്ക പറ്റിച്ചുകൊണ്ട് നമ്മൾ മറ്റേ സുർക്കൻ്റെ പവറില്ല. ഉള്ളിനെക്കാട്ടി കൂടുതൽ തക്കാളിയാ. ലാസ്റ്റ് എടുക്കാം. ട്യൂണ താങ്ക്സ് അലോട്ട്. ക്ലാസ് ചൂടുണ്ട്. തിമ്മൊക്കെ ചാതി ചൂടാറിയിട്ട് കുടിച്ചാ. ഇവര് നല്ല കയറിയപ്പോൾ സമൂസ കൊടുന്നിരുന്നു, പക്ഷെ തിന്നാനുള്ള ഒരു ആവതില്ലായിരുന്നു. ഇപ്പം രണ്ടാമത് ചൂടാക്കി കൊണ്ടുവരാന്ന് നല്ല സമൂസയും സുലൈമാനിയും കേരളത്തിലെ ആർക്കും വേണ്ടാത്ത ന്യൂസും വെറുതെ കുറെ കര പറയുന്നുണ്ട്. നോ സമൂസ, കട്ടൻ ചായയും സമൂസയും. ഷിപ്പിലെ ലിഫ്റ്റ് ആദ്യമായിട്ടാണ് ടെസ്റ്റ് അടിച്ച് നോക്കുന്നത്. ടെസ്റ്റ് ട്രയൽ ഷിപ്പിലും ആദ്യമായിട്ടാണ്, ഷിപ്പിലെ ലിഫ്റ്റിലും ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഓട്ടോമാറ്റിക്? അത് ഇത് വരും അടി പോലല്ലോ, സൗണ്ട് വരുന്നുണ്ട്. ക്യാബിൻ ഡോർ ലോക്ക് ഓട്ടോമാറ്റിക്കായി തുറക്കുന്നവരെ കാത്തിരിക്കുക. അതല്ല ഉള്ളത്തെ ഇതൊക്കെ ചുവപ്പ്. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ ദ ലിഫ്റ്റ്. നമ്മൾ മെയിൻ ഡെക്കടും. ബ്യൂട്ടിഫുൾ സെറ്റപ്പാട്ടാ. വെറുതെ കോണി കയറി ആവണ്ട, ഞാനും വിചാരിച്ചിന്ന് ബുദ്ധിമുട്ടാവുന്നു. ഇതാണ് കിച്ചൺ, ഷിപ്പിലെ കിച്ചൺ. കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആയിട്ടാണ്. പുലികളാട്ടാ,
അടിയിൽ ഓവന് കമ്പിളി കല്ല് ഒക്കെ ഇലക്ട്രിക് ആണ്. സെയിം സാധനം ഇലക്ട്രിക്. ബ്രെഡ് ടോസ്റ്റർ, ഓവന്, സീനറി, ഫ്രീസർ, കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ടാകും. ആണ് കപ്പലിൽ നിന്നുള്ള ചായ ഇട്ടിയത് നമുക്ക്. ജബറൻ ഗ്ലാസ് ചായയും മുത്തയും പൊളിക്കോം. അവിടുത്തെ മെയിൻ ഷെഫ്. നിങ്ങളെ പേര്? ഇസ്മായിൽ. നിങ്ങളെ ദീപ് പറഞ്ഞ അമിനി? ഇത് ക്യാപ്റ്റനുള്ള ഫുഡാട്ടാ. മഷ്റൂം ചപ്പാത്തി. സെക്കൻഡ് ക്ലാസ് ക്യാൻറ്റീൻ പോയി കേട്ടാ. മുഞ്ചിയാ എങ്ങനെ? 10 മണി വരെ ഓപ്പൺ ആണ്. 6:00 ഡിന്നർ തുടങ്ങും. പോരാ, ഒക്കെ കഴിഞ്ഞു, ചായം കടി കഴിഞ്ഞു. നമുക്ക് ഇളനീര് അവിടുന്ന് 10 ടീമും ഇതാ ഒരു ചാക്ക് നിറച്ച് ഇളനീരിന് കൊടുത്തേക്കും കേട്ടോ. ഷിപ്പിന്ന് കഴിക്കാൻ, ദാഹിക്കുമ്പോൾ കുടിക്കാൻ. കിടില ഇളനീർ നമ്മൾ അവിടുന്ന് കുടിച്ചിരുന്നു. ലക്ഷദ്വീപിലെ ഇളനീർ നടുക്കടലിൽ നിന്നു. ഇതാ കടൽ കണ്ടോളി. എന്താ കിടക്കണേ സാധനം, എന്താ കിടക്കണേ. ഫുഡ് രാത്രിക്കത്തെ ഡിന്നർ നമുക്ക് ഫസൽ ബായിൻ്റെ വകയാണ്. പപ്പടം തണുത്ത് ഒഴിക്കണം പഠിച്ചാണ്. ആകെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആകുന്നുണ്ട്. മീൻകറി, ചപ്പാത്തിയും കുറച്ച് ഉണങ്ങിക്കണം. കോളിഫ്ലവർ കറി. ഇതെന്താ സാധനം മനസ്സിലായില്ല. അതൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ചൈനീസ് ആണ് തോന്നുന്നുണ്ട്. മറ്റേ സോസാണല്ലേ ക്യാപ്സിക്കം ഇട്ടിട്ടുള്ള. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൽ ഉണ്ടാക്കിയതാ. അതെന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് തണുക്കും. ഇവിടെ മെയിൻ മീൽ കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം നിർബന്ധമാകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഡെസേർട്ട് കൊണ്ടുവന്ന കാര്യത്തിൽ ഉത്സാഹമാണ്. നമ്മൾ എല്ലാ വീട്ടിൽ പോയപ്പോഴും എന്ത് ഫുഡ് കഴിഞ്ഞാലും മധുരം ഉണ്ടാവും. സമയം 1 മണി, പുലർച്ചെ 1 മണി. കോഫിയും സമൂസയും. മറ്റാൾ കിടന്നുറങ്ങിപ്പോയി, കിട്ടിയില്ല. കോഫി വിത്ത് സമൂസ. ഏകദേശം ഒരു 6 മണിയായപ്പോഴേക്കും നമ്മൾ കൊച്ചിയുടെ തീരത്തെത്തി. ഒരു 5 മണിയായപ്പോഴേക്കും റേഞ്ച് കിട്ടി, മെസ്സേജുകളൊക്കെ തുരുതുരാ വരാൻ തുടങ്ങി. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും കൊച്ചിയുടെ തീരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ കപ്പലിനെ പ്രതീക്ഷിച്ച് നമുക്ക് യാതൊരുവിധ പ്ലാനും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിൻ്റെ ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെന്ന് വരാം. നിങ്ങൾക്ക് ഒരു കപ്പൽ യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു തവണ യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളൂ. ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് 22 മണിക്കൂർ. ബങ്കർ ക്ലാസ്സിലാണെങ്കിൽ 2000 ചോടെ ടിക്കറ്റ് വരും. ഹയർ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ടിക്കറ്റ് റേറ്റ് കൂടും. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണ് ലാഭം. 5400 രൂപയ്ക്ക് 1 മണിക്കൂർ കൊണ്ട് പോയി തരാം. അതാണ് ആ റോപ്പ്. മുന്നിൽ നമ്മൾ നേരത്തെ കണ്ട റോപ്പ് ഇട്ടിട്ടാണ് അടുപ്പിക്കുക. ഇതവിടെ 2 സൈഡിൽ അടുപ്പിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് സംഭവം. 6:30 മണിയായി. കണ്ട കരയോടടുത്ത് റോപ്പിട്ട് വലിച്ച് ജോയിൻ്റായി. വാവ്. ക്യാപ്റ്റൻ ആദ്യം ഇറക്കും. ക്യാപ്റ്റൻ ഇറക്കി കൊണ്ടുപോകും. കടലിൽ ഓടിക്കാൻ ഒരു ക്യാപ്റ്റനും പുഴയിൽ ഓടിക്കാൻ വേറൊരു ക്യാപ്റ്റനും. കപ്പലത്തെ ക്യാപ്റ്റനെ കൊണ്ടുപോയി. ഫസൽ ഭായ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് നന്ദി. ശുക്രൻ ഗസീലൻ. പിന്നെ ജാപ്പ രാവിലെ തന്നെ മെസ്സേജ് കിട്ടിയിരുന്നു ഇതായി എന്ന് വെച്ചിട്ട്. നമ്മൾ ഇറങ്ങി ഗൈസ്. കൊച്ചി മട്ടാഞ്ചേരിയിൽ ഇറങ്ങി. ഇനി നേരെ പോവാം. ഒരാളെ കിട്ടിയിട്ടുണ്ട് മലപ്പുറം ചേളാരി. മൂപ്പര് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ലക്ഷദ്വീപ് യാത്രയ്ക്ക് ഇവിടെ ഈ വിരാമം ഇടുകയാണ്.